Namaskarams. My name is Sriram, otherwise called as Hari. I am a grandson of Palakkad Rama Bhagavathar and I stay in Kalpati. I am happy to meet you all today with another episode of the 100 Agraharams of Palakkad project. The goal of this 100 Agraharams project is to document all the Agraharams of Palakkad with videos, images, interviews with key personalities, office bearers of the village, and get as much data and put them all into a website. And all these Agraharams will be finally available in the website 100agraharams.com, 100agraharams.com. If you have more information about this Agraharam, its history, its past, and all the elders who have made this Agraharam great, kindly comment below in the YouTube video or send it to me as a WhatsApp on the number here. Namaskarams. श्री महागणपति स्वामिन्न जया विजयभवां गोविंदनाम संकीर्तनं गोविंद गोविंद हर नमः पार्वतीपतये हर महादेव. இந்த നെന്മാറ പുതുഗ്രാമം മഹാഗണപതി ക്ഷേത്രം, ശ്രീ ബാലകൃഷ്ണസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുന്നാലെ താനത് നെല്ലിയാമ്പതി മലയോട് അടിവാര താഴ്വരയിലിരുന്ന കൊടകരനാട്, നെന്മാറ, വല്ലങ്ങി, വിത്തനശ്ശേരി, അയിലൂർ, തിരുവഴിയാട് എന്ന 5 ദേശങ്ങൾ ഉൾക്കൊണ്ട കൊടകരനാടിൽ ഉൾപ്പെട്ട നെന്മാറ ഗ്രാമം, പുതുഗ്രാമം ഏകദേശം ആദനാട് മലയോട് താഴെയായിട്ട് ഒരു ജലാശയവും അതിൽ 4 പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നതായിട്ടും இந்த கோவிலோடு சரித்திரத்தோடு உத்பவம் ஆரம்பிக்கிறது. அந்த ജലാശയത്തിലിருந்து ഏതോ ഒരു കാലഘട്ടത്തിൽ കൃത്യமாக അതോട് നിർവചനം ചൊല്ലறதுக்கு നമുക്ക് സാധിക്കാതെ, അതോട് ആധുനികമായിട്ടുള്ള പൗരാണിക രേഖകളൊന്നും நம்ம കൈവശമില്ല. அந்த ആലയത്തിൽ, அந்த ജലാശയത്തിലിருந்து ഒരു മഹാഗണപതിയും ധർമ്മശാസ്താവും മഹാവിഷ്ണുവും ഭഗവതിയും ഉണ്ടായിരുന്നതായിട്ടും പടയോട്ടക്കാലത്തിൽ അങ്ങേന്ത് ഒരു പലായനം ചേர ഒരു സന്ദർഭം സമയത്തിൽ அந்த ശ്രീ മഹാഗണപതി സ്വാമിയെ இந்த கிராமத்திലുള്ള பூர்வீகமாயிருந்த മഹാജനങ്ങൾ ഒരു ആലയത്തിൽ കൊണ്ട് ഒരു അവളുടെ ഗൃഹത്തിൽ കൊണ്ട് വെക്കുന്നതും അങ്ങേന്ത് നിത്യ നൈമിത്തിക കാര്യങ്ങളെല്ലാം അവളുടെ അന്നത്തെ ഒരു അനുസൃതമായിട്ടുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം വീട്ടിൽ വെച്ച് നടത്തുകയും പിന്നീട് ഗ്രാമപുരോഹിതന്മാരും അതേപോലെ ദൈവജ്ഞാളും വേദശാസ്ത്ര പണ്ഡിതന്മാരോടുള്ള ഒരു കാർമ്മികത്തിൽ ഒരു പുനർചിന്തനം നടത്തുകയും പിന്നീട് അന്ത മഹാഗണപതിയെ ഒരു ഗ്രാമമായി സമൂഹമായി ഉണ്ടാക്കി அந்த தேவனை அங்கே கிராமத்தில் அந்த നിശ്ചയിച്ചിട്ടുള്ള വാസ്തുശാസ്ത്ര പ്രകാരമുള്ള നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തുകയും அந்த കൊണ്ടുവന്ന അവ ഗണപതി അനന്തരാമയ്യർ ചൊല്ലപ്പെട്ട അവളോട് കുടുംബത്തിലേന്ത് அந்த സ്വാമിയെ ഒരു ആലയം ഉണ്ടാക്കി മഹാഗണപതിയെ പ്രതിഷ്ഠ പണിയുകയും അതിന് ശേഷം ആഗമശാസ്ത്ര വിധി പ്രകാരം കുംഭാഭിഷേകങ്ങളെല്ലാം നടത്തി ഏകദേശം ഒരു
കേട്ട അറിവ് പ്രകാരം ഒരു 500 വർഷത്തിൻ്റെ ഭാഗമായിട്ട് ആക്കും ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് മഹാകുംഭാഭിഷേകം നടത്തിയതായിട്ടുള്ളതാക്കും ചരിത്രം നമുക്ക് തെരിഞ്ഞതായിട്ടുള്ള ഒരു വിവരം. അതിനുശേഷം ഗ്രാമത്തിൽ വിനായക ചതുർത്ഥി ഉത്സവം വളരെ വിശേഷമായിട്ട് ആഘോഷമായിട്ട് ആനയെഴുന്നള്ളത്തെല്ലാമായിട്ട് ரொம்ப നടത്തി വിശേഷമായ ഭഗവാൻക്ക് ഒരു ചെറുപ്പ് നൈവേദ്യം അതുപോലെ പുത്തിരിപ്പായസ മഹാനൈവേദ്യങ്ങളെല്ലാമായിട്ട് നടത്തിയതായിട്ടാക്കും இந்த മഹാഗണപതി ക്ഷേത്രത്തിലെ ഉദ്ഭവമായിട്ടുള്ള കഥ. അതിക്ക് പിന്നീടാക്കും ഗ്രാമത്തിലെ പിന്നീട് പല നൂറ്റാണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗ്രാമത്തിൽ പല വിധത്തിലുള്ള കാലാന്തരത്തിൽ പല മാറ്റങ്ങളെല്ലാം വന്നതിലോട് കൂടിയിട്ട് ദേവനക്ക് പ്രധാനപ്പെട്ട അതേപോലെ ദേവനായിട്ട് ശ്രീ ഗുരുവായൂരപ്പന ബാലകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠ പണിതായിട്ട് സങ്കല്പിച്ച് ഗ്രാമത്തിലുള്ള മഹാജനങ്ങളും വൈദിക ശാസ്ത്ര ഇതിഹാസ പണ്ഡിതന്മാരെല്ലാം ആ കൂടി നേതൃത്വത്തിൽ പല ഗ്രാമത്തിലെ പൂർവ്വകാലത്തിലെ പല അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനോട് നേതൃത്വത്തിൽ ഭരണകാലത്തിൽ ശ്രീ ബാലകൃഷ്ണസ്വാമി നവനീത കൃഷ്ണനായിട്ട് പ്രതിഷ്ഠ പണി അത് ഉപദേവനല്ല പ്രധാന ദേവനായിട്ട് തന്നെ പടിഞ്ഞാറ് അഭിമുഖമായി പ്രതിഷ്ഠ പണുകയും അതോട് തൊട്ടു പിന്നാലെ ഗ്രാമത്തിലേതായിട്ടുള്ള പല ദുർബാധകളെല്ലാം ഇരുന്നത് ചൊല്ലി ഒരു അറിവ് പ്രകാരം നാഗയക്ഷിക്കാവും സർപ്പക്കാവും പ്രതിഷ്ഠ പണി എല്ലാ ഷഷ്ടിക്കും വൈദിക ആചാരപ്രകാരം അഭിഷേക പൂജാതി കർമ്മങ്ങളെല്ലാം നടന്നതായിട്ടാക്കും ചൊല്ലി പെരിയവാളുകളുടെ മുന്നോറുകളുള്ള ചൊല്ലിയിട്ടുള്ള അറിവ് പ്രകാരം അതെല്ലാം നടത്തി ആചരണങ്ങൾ വരികയും അതിന് ശേഷം അനേക കാലം കുംഭാഭിഷേകങ്ങൾ എല്ലാം നടന്നു വന്നിരുന്നത്. പിന്നീട് 1954 പുനഃധ്വജപ്രതിഷ്ഠയെല്ലാം പണി അന്നത്തെ ഗ്രാമമഹാജനങ്ങളെല്ലാം ചേർന്ന് ധ്വജപ്രതിഷ്ഠയെല്ലാം പണി ക്ഷേത്രത്തിക്ക് മുന്നാൽ ഒരു രഥമുണ്ടായിരുന്നു. അത് ഏതോ ഒരു தெரியாமல் ഒരു രാത്രി സമയത്തിൽ അനിഷ്ട സംഭവം കൊണ്ട് അത് ഇത്തിരി ജീർണതയിൽ വരികയും പിന്നീട് ഒരു പുതു രഥമുണ്ടാക്കി 54 അന്ത പங்குനി ഉത്തര രഥോത്സവമായിട്ട് അന്നത്തെ തന്ത്രി പ്രമുഖന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും ആചാര്യന്മാരെല്ലാം പെരിയ ജ്യോതിഷന്മാരെല്ലാം നിശ്ചയിച്ച് അഷ്ടമംഗല പ്രശ്നത്തോടുകൂടി സ്വാമിക്ക് രഥോത്സവമായി സപ്തദിന രഥോത്സവമായി ആചരിച്ചു വരികയും അതോടുകൂടി താൻ എല്ലാ വർഷങ്ങളിലും നടത്തപ്പെട്ടതായിട്ടുള്ള വിനായക ചതുർത്ഥി ഉത്സവവും കേമമായി നടന്ന് വിശേഷപ്പെട്ടതായുള്ള 2.5 അരിശി പുത്തരിശി പായസവും ചെറുപ്പ് മഹാനൈവേദ്യങ്ങൾ വിശേഷമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ താൻ ആനാലും മഹാക്ഷേത്രത്തിൽ ഒരു അപ്പ നൈവേദ്യം മുൻകാലത്തിൽ ரொம்ப നന്നായി നടന്നിരുന്നത്. അപ്പം എന്നാൽ ഒരു തേങ്ങായോട് അത്ര ഇരിക്കും അതുപോലെ ഒരു അപ്പക്കാരിലെല്ലാം വെച്ച് നടന്നിരുന്നതായിട്ടുള്ളാകും. എങ്ങളോടെല്ലാം കുട്ടിക്കാലത്തിൽ ഒരു 60-65 വരെ എന്നോട് ഓർമ്മയിൽ 1960 ഒരു 70 വരെയെല്ലാം അന്ത കാലത്തിൽ ഒരു തേങ്ങാ വലുപ്പത്തിൽ ഒരു അപ്പം ഉണ്ടാക്കി സ്വാമിക്ക് സായന്തരം നൈവേദ്യം പണി അപ്പടിയെല്ലാം നടന്നതായിട്ടെല്ലാം ആക്കും ചരിത്രങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇന്നൊക്കെയും പുതുതായിട്ട് കമ്മിറ്റികളെല്ലാം ചെറുപ്പക്കാരെല്ലാം പഴയ പൈതൃക സംസ്കാരങ്ങളെല്ലാം ഉൾക്കൊണ്ട് വൈദിക ആഗമ ശാസ്ത്ര വിധിപ്രകാരമുള്ള അഭിഷേകങ്ങൾ അതേപോലെ വിനായക ചതുർത്ഥി പங்குനി ഉത്തര രഥോത്സവം ഉള്ള ആണ്ട് ഉത്സവങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ട് 108 തേങ്ങായോടുകൂടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമങ്ങൾ പ്രത്യക്ഷ മഹാഗണപതി ഹോമങ്ങൾ പുതുതായിട്ടുള്ള എല്ലാവിധ കർമ്മ അനുഷ്ഠാന ആചാര അനുഷ്ഠാനങ്ങളെല്ലാം വൈദിക പ്രകാരം എല്ലാം ഇന്നൊക്കെയും നടത്തി വരുന്നുണ്ട്. അതേപോലെ മഹാജനങ്ങൾ വെളിയിലേന്ത് ഗ്രാമത്തിലേന്ത് ഉദ്യോഗ കാര്യമായിട്ട് വെളിയിലെല്ലാം പോന ഗ്രാമമഹാജനങ്ങളോട് സഹകരണങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോഴും ഇരിക്ക്. അപ്പോൾ എല്ലാം മഹാജനങ്ങളെല്ലാം ഇങ്ങനെ വന്ന് നമ്മ പിൽക്കാലത്തിൽ മൺമറഞ്ഞു പോന വാളുമെല്ലാം ചൊല്ലിത്തന്ന അതേ ആചാര അനുഷ്ഠാന പ്രകാരമാക്കും ഇപ്പോഴും കോവിലിലെ കാര്യങ്ങളെല്ലാം വൈദിക കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്ക്. I
അതെല്ലാം നടത്തുறதுக்கு എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ நம்ம கிராமத்திலேருந்து வெளியில் போன எல்லா மகாஜனங்களும் இப்பொழுதும் அதேபோல் பரிபூர்ண சககரணம் பண்ணிட்டு இருக்கா. கிராமத்தில் கொஞ்சம் மெம்பர்ஸ் எல்லாம் எல்லா கிராமங்களை പോലെ எங்களோட நம்மார புது கிராமத்திலையும் கொஞ்சம் எல்லாம் மெம்பர்ஸ் കമ്മിയായിട്ട് இருந்தாலும் അതൊന്നും ഉത്സവ കാര്യങ്ങളിലോ നിത്യ നടത്തിപ്പ് കാര്യങ്ങളിലോ ഒന്നും യാതൊരു ക്ഷീണം വന്നിട്ടില്ല. അതുപോലെ താൻ ഇപ്പോൾ ഒരു പുതുതായിട്ട് ഒരു കമ്മിറ്റി എല്ലാം രൂപപ്പെടുത്തി അതവാളും നല്ലപോലെ അക്ഷീണ പരിശ്രമത്തോടു കൂടി മുന്നോട്ട് നടത്തിക്കർക്കും ഗ്രാമസമൂഹത്തിൽ അതുപോലെ ഇங்கே ഉത്സവத்துக்கு அன்னதானம் சொல்கிறது எல்லா திக்கிலையும் இருக்குது, எல்லா பக்தனங்களுக்கு தெரியும். ஏன்னா இங்கே சமாராதனையாയിട്ട് പங்குനി ഉത്തര രഥോത്സവം വിനായക ചതുർത്ഥി ഉത്സവം തുടങ്ങണത്തിൽ എന്ത് ഒന്നും സാമ്പത്തികമായിട്ടോ ഫിനാൻഷ്യലായിട്ടോ ഫിസിക്കലായിട്ടുള്ള ഒരു ക്ഷീണങ്ങളും പാർക്കാതിക്ക് അതെല്ലാം നടത്തിക്കൊണ്ട് വന്നിരിக்கிறதுக்கு എല്ലാ ഗ്രാമ മഹാജനങ്ങളോടും ഭക്തനങ്ങളോടും പരിപൂർണ സഹകരണം ഇருக்கு. ചൈതന്യമൂർത്തി എന്ന് ചൊല്ലപ്പെട്ടേക്കാട്ടിലും വലംബിരി മഹാഗണപതി സ്വാമിയാക്കും இந்த ഗ്രാമത്തിലെ മുഖ്യമായിട്ട് പ്രതിഷ്ഠ. അതേപോലെ ബാലകൃഷ്ണ സ്വാമി, നവനീത ഗോപാലകൃഷ്ണ സ്വാമി, നാഗരാജാവ് ഇവാളോടെല്ലാം അനുഗ്രഹത്തിൽ ഇനിയും മേൽക്കൊണ്ട് എല്ലാ ഭക്തജനങ്ങളോടും സഹായ സഹകരണങ്ങൾ ഉണ്ടായി ഗ്രാമത്തെ പഴയ പോലെ തന്നെ அந்த ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നൊക്കെ இந்த കലികാലത്തിൽ ധർമ്മങ്ങളെല്ലാം ചുതി വന്നിരിക്കുന്നതിനാൽ സനാതന ധർമ്മത്തോടുകൂടി സാത്വികമായിട്ടും സന്മാർഗമായിട്ടും സജ്ജനമായിട്ടും പരിവർത്തനത്തിലേക്ക് വന്ന് നമ്മളോട് അടുത്ത നെക്സ്റ്റ് തലമുറയ്ക്ക് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകത്തുള്ള ഒരു ഉപദേശമായിട്ട് നമുക്ക് എപ്പടി പൂർവികാൾ തന്നിരിക്കാളോ അതേപോലെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കണം. இந்த ക്ഷേത്രം എന്നൊക്കെ നിലനിൽക്കണം. എന്നും 16 വിരിക്കപ്പെട്ടത് ക്ഷേത്രങ്ങളിലാണ്. ജനങ്ങൾ മനുഷ്യരായിട്ടുള്ള നമ്മളെല്ലാം ഏതോ കാലത്തിലെ ഒരു പ്രകൃതി നിയമപ്രകാരം വന്നും പോയിക്കൊണ്ടിരിക്കപ്പെട്ട ആൾക്കാരാകും. കൊഞ്ച കാലത്തിലെ നമ്മളൊരു സ്വപ്നം പോലത്തെ இந்த ലോകത്തിലെ ജീവിതം നമ്മൾ അങ്ങോട്ട് മറഞ്ഞു പോകപ്പെട്ട ആൾക്കാരാകും. എന്നിരുന്നാലും അടുത്ത തലമുറയ്ക്ക് ഇതെല്ലാം വാർത്ത് പകർന്ന് കൊടുത്ത് இந்த ക്ഷേത്രത്തോട് ഐശ്വര്യം എന്നൊക്കെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഗ്രാമജനങ്ങൾക്കും പോയിട്ട് ഒരു ചിന്ന ഒരു താൽക്കാലിക ഒരു പ്രതിനിധിയായിട്ട് ഗ്രാമവാദ്യാരങ്ങളെ ഒരു ചൊല്ലണം എന്നൊരു അഭിപ്രായം சொன்ன പ്രകാരം ഞാൻ എനിക്ക് தெரிஞ்ச ഒരു വിവരങ്ങളാക്കും എനിക്ക് തന്നിരിക്കാൻ. അതിലേതാത് പോരായ്മകൾ ഇരിക്കലാം, ചിലപ്പോൾ അതിനോട് തെറ്റുകുറ്റങ്ങൾ കുറവുകളെല്ലാം ഇരിക്കലാം ചൊന്നത്തിൽ. അപ്പോൾ അതിനാൽ ഏതാത് എന്നെ ഇരുന്നാലും അതെല്ലാം ക്ഷമിച്ചിക്കണം. ഗ്രാമജനങ്ങളും അതുപോലെ ഉള്ള എല്ലാ മഹാജനങ്ങളോടും സഹകരണങ്ങളും എന്നൊക്കെയും ഉണ്ടായിരിക്കണം. മഹാഗണപതി സ്വാമി ബാലകൃഷ്ണ സ്വാമി ഇങ്ങനെയുള്ള இந்த സന്താന ഗോപാലകൃഷ്ണ സ്വാമിയുടെ പ്രാർത്ഥന പണി അനേകം സത്സന്താനങ്ങൾ இந்த ഗ്രാമത്തിൽ ഉണ്ടായിരിക്കും. അതേപോലെ இந்த ഗ്രാമത്തിലെ മഹാജനങ്ങളോടുള്ള എല്ലാം വെളിയിൽ പോയി നല്ല നല്ല വെൽ പോസ്റ്റിലായി മഹേന്ദ്ര കൊല്ലപ്പെട്ട അവളിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലികളെല്ലാം വാങ്ങി കൊടുത്തിട്ടുള്ള ഒരു മഹാസ്ഥാപനത്തിൽ ഇങ്ങേന്ന് പോകുന്ന ആൾക്കാരാകും. IOCയിൽ വർക്ക് പണ്ണവാൾ ശ്രീനിവാസം മേഷ് അപ്പടി അനവധി ഗ്രാമത്തോട് പൂർവീകം എല്ലാം இந்த മഹാഗണപതിയോട് അനുഗ്രഹത്തിൽ അതുപോലെ നിറയെ വേദപണ്ഡിതാക്കന്മാരെല്ലാം ഗ്രാമത്തിലിരുന്ന വാരങ്ങൾ അതുപോലെ മണ്ഡലമാസ കാലത്തിലെ എല്ലാ ഉത്സവങ്ങളെല്ലാം ഒരു കോട്ടവാട്ടങ്ങളിലായി ഇന്നൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മ ഗ്രാമത്തിലെ പൂർവീകമായിട്ട് പത്മനാഭ ഭാഗവതർ, രാമകൃഷ്ണ ഭാഗവതർ എല്ലാം സംഗീതജ്ഞമായിട്ട് നവരാത്രി കാലത്തിൽ അനേകം സംഗീത ഉപാസനകളെല്ലാം മറ്റ് ഗ്രാമങ്ങളിലെ കൂടിയും പോയി അവ ക്ഷണിച്ച് പോയി അവളെല്ലാം നടത്തിക്കൊണ്ടിരുന്നാൽ വേദപാരായണങ്ങളോട് കൊടുത്താൻ ഇപ്പോഴും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. എല്ലാം നടന്നു വർത്തുക. എല്ലാവരോടും സഹകരണത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ജയ് മഹാഗണപതി സ്വാമിന് ജയ വിജയീഭവ. വൈദിക മാർഗദർശിയായിട്ടുള്ള വേദരത്നങ്ങളുമായിട്ടുള്ള പൂർവികമായിട്ടുള്ള ചക്രപാണി ഗണപാടികൾ, ബ്രഹ്മശ്രീ ഗോപാലകൃഷ്ണ വാദ്യാർ ഋഗ്വേദ അഷ്ടകാണ്ഡവും യജുർവേദ സപ്തകാണ്ഡവും അധ്യയനം பண்ணிട്ടുള്ള അവ പരമ്പരയിൽ കൃഷ്ണഗണപാടികൾ, ചക്രപാണി ഗണപാടികൾ, ഗോപാലകൃഷ്ണ ഗണപാടികൾ എന്താ വൈദികത്തിലുള്ള അന്ത പാരമ്പര്യത്തിലുള്ള ഹരിവാദ്യാരാക്കും. ഞാൻ ഇപ്പോൾ എന്താ ഗ്രാമത്തിലെ ഗ്രാമജനങ്ങളോട് ആവശ്യപ്രകാരവും സർവേശ്വരനോട് കൃപാകടാക്ഷം കൊണ്ട് ഗ്രാമത്തിലെ വൈദിക കാര്യങ്ങൾ കോവിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് அந்த ഭഗവാന്റെ കൃപയിൽ നടത്തിക്കൊണ്ടിരിക്കുക. നെന്മാറ എന്താ ചിദംബരേശ്വര സ്വാമി ക്ഷേത്രത്തിൽ 57 വർഷം 1965 2022 വരെ 57 വർഷം அந்த ശിവ പെരുമാനെ പൂജ പണ്ണത്തുള്ള ഒരു ഭാഗ്യവും സാധിച്ചത്. ശിവനെല്ലാം പൂജ പണി വെളിയിൽ വെറുതെ അത്ര എളുപ്പത്തിൽ സാധിക്കാതെ അത് പരമേശ്വരനെ പൂജ പണി വെളിയിൽ വന്നുള്ള ചരിത്രങ്ങൾ ആർക്കുമേ കിടച്ചിട്ടില്ല. அந்த ഭഗവാനെ പൂജ പണി സാധിച്ചത്
എല്ലാം இந்த സർവേശ്വരനോട് അനുഗ്രഹവും எங்கள் ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാക്കും ചൊല്ലി 2 വാക്ക് നിർത്തുறேன். എല്ലാവർക്കും അനന്തകോടി നമസ്കാരം. என் பேர் வந்து வெங்கடேஸ்வரன். நான் இந்த கிராமத்திலேருந்து எனக்கு 4 பாட்டப்பாமார். குழந்தையப்பா எனக்கு நாராயண பட்டர் என் பாட்டப்பா, 2வது சங்கரையர், 3வது பத்ரையர், 4வது கிருஷ்ணயர். எனக்கு 4 பாட்டப்பாமாரில் எனக்கு 10-16 சித்தப்பாமார், 10-7 அத்தம்மாரும் உண்டு. எனக்கு அதில் இந்த கணபதியை வந்துட்டு ராமசாமியாக விடுவா. அவள் களத்துலேருந்து கிட்ட கணபதி அதுக்கு ஒரு சின்ன ஒரு இது இருந்து ஸ்காட்சுன்னு சொல்லிட்டு அந்த ரொம்ப வருஷம் போதி பண்ணி ஜோசியெல்லாம் வச்சப்போ ஒரு கும்பாபிஷேகம் மேலே அந்த கணபதி வைக்க பറ്റാது, அதுകൊണ്ട് வேறு கணபதி வாங்கன்னு சொன்னான். அது பிரகாரம் என்னோடய அப்பாவும் போய் போத்தனூர் போயிட்டு இந்த கணபதியை கொண்டு வந்தேன். 40 வருஷம் முன்னாடி எங்கள் அப்பாவும் கொண்டு வந்தேன். எங்கள் அப்பாவோட போய் ஹரிகரன், எங்கள் அப்பா 2வது பிள்ளை எங்கள் ஹரிகரன், எங்கள் அப்பா பாட்டப்பாவோட 2வது பிள்ளை ஹரிகரன் சொல்லுவேன். ஹரியர் ஐயர் அப்பா வந்துட்டு முன்னாடி பாம்பேயில் இருந்தால் பின்ன இங்கே கச்சவளம் நடத்திட்டு இருந்தால் நான் வந்து இங்கே வந்து பின்ன நான் கொஞ்சம் வெளியில் இருந்தேன். இங்கே வந்து 10-18 வருஷம் ஆச்சு. இங்கே வந்து கணபதியும் கொண்டு தொடர்றதுக்கு எங்கள் அப்பா கிராமத்துக்கு வேண்டி ஒரு பிரதிநிதியாയിട്ട് எங்கள் அப்பா இந்த கணபதியை கொண்டு வந்தால் அந்த இதில் அந்த கணபதிக்கு விளம்பர நம்ம ஹரிவாதியில் சொன்ன போல் அது நல்ல சக்தியுள்ள கணபதி. அவர் அனுகிரகத்தில் இந்த கிராமத்தில் எல்லோரும் இருக்கா. இந்த மாதிரி பண்டித மாதிரிலாம் இருக்கிறத ஹரிவாதியை போல் பண்டித மாதிரி இருக்கிறத நல்ல மந்திரம் கந்திரம் அதாவது அந்த நம்ம பிராமணஸோடு அந்த சிட்டையில் போயின்னு இருக்கு. இதில் அடிസ്ഥാനத்தில் அவர் நல்ல ஒரு பாக்கியம் தான். அவர் கணபாடியில் ஒரு பிள்ளைக ஹரிவாதியார். அவர் இதில் നന്നാ നടന്നിട്ടുക്ക് ഇനി നടക്കും. അവർ നല്ല എந்த வயசுலேயும் நல்ல பழத்துக்கும் சேரா இந்த கிராமத்துக்கு ஐஸ்வரத்துக்கு வேண்டி வந்துட்டுருக்கு. எல்லா விசேஷமும் அதே போல் தான். அவர் இந்த ரதோத்சவம் முன்னால் சின்ன தேராக இருந்து நான் கேட்ட என்ன அறிவியில் அதுவும் ஆண்டை வச்சு இங்கே அல்ல நமக்கு ஓவர்சேர் கிருஷ்ணயர் அவருக்கு இந்த தேரை கொண்டு வந்தார். இந்த வெளியே தேர் அதில் பொன்னிச்சாமி ஆதாரும் ஓவர்சேர் கிருஷ்ணயர் இப்போ அந்த ஊரெலாம் போயாச்சு. அவர் அந்த தேரை அந்த தேரை உண்டாக்கி கொண்டு வந்தால் அது அந்த தேரை எப்பொழுதும் நடந்துட்டுருக்கு. அந்த பங்குடி ஒருத்தம் நடந்துட்டுருக்கு. பகவான் அனுகிரகத்தில் வேறு நவராத்திரி எல்லா விஷயத்தும் எல்லா பகவான் அனுகிரகத்தில் எல்லாம் நிறைய அதாவது மண்டல காலம் அடிவாதி பள்ளி எல்லாம் மங்களமாக நடந்துட்டுருக்கு. இந்த கிராமத்துக்கு போனவரில் எல்லாம் கிறிஸ்டி போனாலும் நம்ம கிறிஸ்டி எல்லாம் கிறிஸ்டியில் தான் இண்டிபெண்ட்டாக இருந்தால் அது டிபெண்ட் பண்ணி எல்லோரும் இருந்தால் பாவங்க என்னென்னா ஊனியமாக வந்தவன் எல்லா கிறிஸ்டியெல்லாம் போச்சு. கிறிஸ்டி ஆரும் அன்றைக்கி அழாத்தி சங்கடப்பட்டு மனசு போன பொருளை எல்லாம் இல்லை பாம்பேலேருந்து அங்கே இங்கே இருந்து அவளை கூப்பிட்டு போயிட்டு அவளோட அனுகிரகத்தில் அவள் பூர்வ அனுகிரகத்திலையும் அவள் தந்த எல்லா சம்பாவனைகளும் கிராமத்தில் எல்லோரும் புரிய மாதிரி எல்லா பொருளும் சகாய்ச்சின்னு இருக்கா. அந்த இதில் நல்லா நடந்துட்டுருக்கு. எல்லாம் கனவான அனுகிரகம் பாலகிருஷ்ணாவோட அனுகிரகத்தில் நல்லா போயிட்டுருக்கு. சர்வத்திரம் கோவிந்தா மகானோதி சர்வத்திரம் கோவிந்தா. மகாகணபதி சுவாமின்னு ஜெயா விஜய் பவாம். நம்ம அந்த நம்மார புது கிராமம் மகாகணபதி அக்ரஹாரத்தில் மகாகணபதி சுவாமியும் பாலகிருஷ்ண சுவாமியோடையும் പൂർവിക പ്രതിഷ്ഠയോടെ அந்த ചൈതന്യ സമ്പൂർണമായിട്ടുള്ള അനുഗ്രഹത്തിനാൽ ഒരു കാലത്തിൽ ഒരു എന്നോട് ഒരു ഓർമ്മയിൽ ഒരു 75 എന്തോ ഒരു 12-14 വർഷം വാദ്യാരോട് ആങ്കളിൽ വെച്ച് വേദ പാഠശാലയായിട്ട് ഇങ്ങ ഇരുന്നിരിക്കല വാദ്യാമാരോട് ആങ്കളിൽ ഗ്രഹത്തിൽ വെച്ച് രാത്രി കാലത്തിൽ വേദസൂക്തങ്ങളും ഉപനിഷത്തുകളെല്ലാം ഗ്രാമജനങ്ങൾക്കും വെളിയിലുള്ള ആൾക്കാർക്കും വന്നവാൾക്കെല്ലാം ഒരു അഭ്യാസനമായിട്ട് നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. തൊട്ടടുത്തുള്ള അയിലൂർ ഗ്രാമം, മേലാർക്കോട് ഗ്രാമം, അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നെല്ലാം കുട്ടികളെല്ലാം വന്ന് അതേപോലെ എല്ലാവരും വന്ന് ഇங்கே വേദം അഭ്യസിച്ചുകൊണ്ടിരുന്നാൽ ഉപനിഷത്ത് നിത്യനൈമിത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗ്രാമ പുരോഹിതം വന്ന് നടന്നിരുന്നത്. அதுக்கு ശേഷം கோவிலில் வச்சு கணபதியாங்கோவிலில் வச்சுட்டு கொஞ்சம் கூடி விபுலமாயிட்டு கொஞ்சம் இந்த പഠനத்துக்கு வேத പഠനத்துக்காயிட்டு ഉണ്ടായിരുന്നിരുന്നാൽ അവളെല്ലാം ഇന്നൊക്കെ പല ഗ്രാമങ്ങളിലെയും ഉപാധ്യായ കർമ്മങ്ങൾക്ക് സഹായിയായിട്ടെല്ലാം ഇപ്പോൾ പോകത്തക്കനുള്ളൊരു സൗകര്യമായിരുന്നത്. പിന്നെ இந்த ഗ്രാമത്തിൽ അനേകമായിട്ട് എല്ലാ വേദങ്ങളും യജുർവേദം சாமவேதம் ஈக்குவலாகிட்டு தான் இருந்திருக்கு. சாமவேதத்துக்கு ஒரு காலத்தில் இங்கே எல்லா ஒரு வரி முழுவன் வடக்கே வரி தெற்கே வரி இருந்தது. அதில் തെക്കേ വരി മുഴുവനും സാമശാഖകളായിട്ടാക്കും ഇരുന്നിരുന്നാൽ അനന്തവാദ്യർ എന്ന പുരോഹിതൻ அந்த സാമ ശ്രൗതികളായിട്ട് എല്ലാ ഉപാകർമ്മ കാര്യങ്ങൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ബ്രാഹ്മണ പൗരോഹിത്യമെല്ലാം നടത്തിക്കൊണ്ടിരുന്നാൽ അതേപോലെ இந்த വരിയിൽ യജുർവേദ കാര്യങ്ങൾ
ഋഗ്വേദികൾ ഇങ്ങനെ அந்த വേദങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പല ഗോത്രശാഖകളെല്ലാം മഹർഷിമാരോട് പാരമ്പര്യത്തിൽ വന്നിട്ടുള്ള എല്ലാ വിധത്തിലുള്ള அந்த ഗോത്ര പാരമ്പര്യങ്ങളിലുള്ള അനുഷ്ഠാന കർമ്മങ്ങൾക്കെല്ലാം நடத்திக்கிறதுக்கு அந்த காலத்தில் அந்த அயலூர்லேருந்து வந்திருக்கிறதாയിട്ടുള്ള சூரியநாராயண வாத்தியார் என்கிற பொன்னுசாமி வாத்தியார் சொன்னால் எல்லாருக்கும் வேகம் தெரியும். அந்த பொன்னுசாமி வாத்தியாரோட சிக்ஷணத்திலையும் இங்கே வைதீக மார்க்கங்களெல்லாம் நடந்துகிட்டு ஏகദേശம் அது கேட்டறிவில் என்னோட குட்டிக்காலத்தில் நான் பொன்னுசாமி வாத்தியார்கிட்ட நான் படிக்க போயிருந்திருக்கேன். அது ஏகദേശம் ஒரு 60-70 காலகட்டமாகும். அதுக்கும் முன்னாலேயாக அவரோட உபாத்தியாயங்கள் இங்கெல்லாம் நடந்துருந்தால் ஏகദേശம் ஒரு 90-95 வயசு வரை இங்கே இருந்தால் அவள் இருந்துகிட்டு இருந்தாள். പിന്നെ ഗ്രാമത്തിലെ കോവിൽ ഉത്സവങ്ങളായിട്ട് വിഷുക്കണിയിലേന്ത് ആരംഭിച്ച് എല്ലാ ദേവാലയങ്ങളെ പോലെ വൈശാഖ മാസം അതുപോലെ ആടിമാസം അമാവാസ കഴിഞ്ഞാൽ ധാന്യലക്ഷ്മി പൂജ നിറപൂജകളെല്ലാം നടക്കും. പിന്നെ ആടി 18ക്ക് ഇங்கே കുഴന്തകളെല്ലാം ഒരു ചിന്നதாக ഒരു തേരെല്ലാം ഉണ്ടാക്കി കുളത്തിലെല്ലാം പ്രദക്ഷിണമെല്ലാം വെച്ചും കുളത്തിൽ കൊണ്ട് വിട്ടുന്നത് ഒരു കാലം ഉണ്ടായിരുന്നത്. ഇപ്പോൾ அந்த ഗണപതി ഹോമവും ഭഗവതി സേവയും അതെല്ലാം കോവിലിൽ നടക്കുന്നത്. പിന്നെ ഉപാകർമ്മം യജുരുപാകർമ്മം ഇപ്പോൾ இந்த മാസം വരപ്പെട്ടതായിട്ടുള്ള 19-ാം തീയതി യജുരുപാകർമ്മം വേദാരംഭവും ഹോമത്തോടു കൂടി കോവിലെ പതിവ് പോലെ இந்த ഗ്രാമത്തിലേന്തും വെളിയിലുള്ള ആൾക്കാരെല്ലാം വന്ന് അഗ്രഹാരത്തിൽ വെളിയിലെ വാദ്യമാരില്ലാത്ത ഗ്രാമങ്ങളിലേന്ത് എല്ലാവരും ബ്രാഹ്മണ സുഹൃത്തുക്കളെല്ലാം ഇங்கே വന്ന് ഉപാകർമ്മങ്ങൾ യഥാവിധി ഹോമങ്ങളെല്ലാം നടത്തിയതെല്ലാം പണർന്നുണ്ട്. പിന്നെ അഷ്ടമിരോഹിണി, ജന്മാഷ്ടമി, ശ്രീജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, ഉറിയടി ഉത്സവം ഗ്രാമത്തിൽ നടക്കും. അഷ്ടമിരോഹിണി അന്നേക്ക് രാത്രി വരെയും അർദ്ധയാമ പൂജയെല്ലാം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ജനനം വരെയെല്ലാം ആഘോഷിച്ച് വിശേഷ മധുരപലഹാരങ്ങളെല്ലാം നൈവേദ്യത്തോട് കൂടിയിട്ട് എല്ലാം ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുക. അത് കഴിഞ്ഞ് ഉറിയടി ഉത്സവം, പിന്നെ വിനായക ചതുർത്ഥി, നവരാത്രി ഉത്സവങ്ങൾ, വണ്ടിവാഹന പൂജകൾ, പുസ്തക പൂജകളെല്ലാം എല്ലാ ക്ഷേത്രങ്ങളിലെയും നടക്കുന്ന പോലെയുള്ള ആഘോഷങ്ങളെല്ലാം നടന്നു വരും. അതുപോലെ വൃശ്ചിക മാസത്തിലെ കാർത്തിക ദീപം പൂജ, അതുപോലെ കമ്പം കൊളുത്തറ എന്നുള്ള ഒരു ചൊക്കപ്പാന കമ്പം കൊളുത്തറ എന്നുള്ള ഒരു കാർത്തിക ഉത്സവം, അതെല്ലാം സ്വാമി എഴുന്നള്ളത്തെല്ലാം നടന്ന് അന്തമാരിയുള്ള ആഘോഷങ്ങൾ എല്ലാ ഗ്രാമങ്ങളെ പോലെയുള്ള പഴയ സമ്പ്രദായങ്ങളെ പോലെ ഇന്നൊക്കെയും അതെല്ലാം നടന്നു വരുന്നത്. മണ്ഡലകാല ഉത്സവം, ധനുമാസം തൃപ്ലാഴ്ച ഉഷപ്പൂജ, കാർത്താല നേരത്തെ മഹാഗണപതിയാനക്ക് ചക്രപൊങ്കൽ നൈവേദ്യമെല്ലാം നടന്നുകൊണ്ടിരുന്നത് അന്ത ഉത്സവങ്ങൾ. അതുപോലെ ധനുമാസം മണ്ഡൽ വിളക്കന്നയ്ക്ക് ശാസ്താ പൂജ അവരാക്കും ശ്രീനിവാസം മഹർഷി അവരാക്കും അവ കുടുംബത്തിലേന്ന് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. മകരമാസം ഉത്സവങ്ങൾ കുംഭത്തിൽ തുടങ്ങാനാക്ക. പിന്നെ മീനമാസം മുഴുവൻ ഇങ്ങ ഗ്രാമത്തിലെ ഉത്സവങ്ങളാക്കും. നിറയെ ഭജനകളും സംഗീത വിരുന്നുകളും അതുപോലെ സമാരാധനകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒരു 7-8 നാളത്തെ ഉത്സവം, പ്രതിഷ്ഠാദിനം അതെല്ലാം ആക്കും. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉത്സവം, വാർഷിക ഉത്സവങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അനേകം വേദ വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിച്ച് വെളിയിൽ പോയിരിക്കുക. അതുപോലെ ഉദ്യോഗത്തിലും നല്ല ഇംഗ്ലീഷ് ഉദ്യോഗങ്ങളിലും ഇപ്പം മുന്നാൽ சொன்ன പോലെ മഹേന്ദ്ര ഡയറക്ടർ ARV സുബ്രഹ്മണ്യൻ ചൊല്ലുക, രാശാമണിയമ്മ, പാപ്പാമ്മ അവളെല്ലാം இந்த கிராமத்தில் அனவதி காலம் ஸ்கூல் கட்மேஷ் பாரம்பரியம் அப்படி எல்லாரும் இப்போ எங்கடி அண்ணா சொன்ன போல் அந்த மாதிரி உள்ள பாரம்பரியங்களெல்லாம் இங்கே நடந்துட்டு இருந்தது. அதுபோல் இதுக்கு முன்னால் 1977 மகா கும்பாபிஷேகம் நடக்கிறது. இங்கே AR விஸ்வநாதன், NS கங்காதரன், கங்காமாமா சொல்லுவாங்க எல்லாருக்கும். அந்த மாதிரி உள்ள மகத் വ്യക്തികളെല്ലാം இந்த கும்பாபிஷேகத்துக்கு எல்லாம் அன்றைக்கே ரொம்ப ക്ഷീണமாக இருந்தது ராமகோவில். അപ്പോൾ அந்த ഒരു ടീമിൽ AR വിശ്വനാഥനും NS ഗംഗാധരനും ചൊല്ലപ്പെട്ട ഗംഗാമാമാവുമായി കൂടി ചേർന്ന് ഗ്രാമത്തെ ഒന്ന് പുനരുദ്ധാരണം ചെയ്ത് ഗംഭീരമായിട്ടൊന്ന് കോവിലൊന്ന് ഉണർന്ന് എഴുപ്പി കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തികളൊക്കെ അവൾ വിച്ചാമാമാവയും ഗംഗാമാമയും இந்த ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കപ്പെടാത്ത ഒരു വ്യക്തികളാക്കും. അവളൊക്കെ ഇതോടെല്ലാം ബേസ് കൊണ്ടുവന്നതാണ്. ഒരു കാലത്തിൽ ഇരുന്നിരുന്നത്. പിന്നെ അതുക്കപ്പുറം കൊണ്ടുവന്നത് 77 இந்த ഒരു ടീമാക്കും കൊണ്ടുവന്നിരുന്നത്. അതേ പാരമ്പര്യം അന്നൊക്കെല്ലാം നടന്നു വന്നിട്ടുണ്ട്. വേദാധ്യാനങ്ങളും ഒരു വേദകർമ്മങ്ങൾക്കും ഉപാധ്യായ കർമ്മങ്ങളും ഒരു ക്ഷീണവും ഗ്രാമത്തിലെ കാലത്തോട് മാറ്റങ്ങൾ ഒന്നും വരുത്താതിക്ക് அந்த മഹാഗണപതിയാനോട് കൃപയിൽ നടന്നുകൊണ്ടിരിക്കുക. ചൈതന്യ സമ്പൂർണ്ണമായിട്ട് അതെല്ലാം ഇനിയിപ്പോൾ இந்த വിനായക ചതുർത്ഥിക്ക് ശേഷം അതുവരെ ഒരു കമ്മിറ്റി എടുത്തിരിക്കുക. 2 വർഷം കൊടുത്ത കമ്മിറ്റികൾ മാറും. പുതിയ കമ്മിറ്റി വന്നിട്ട് കോവിലിൽ പുതിയതായിട്ട് ക്ഷേത്ര സമയങ്ങളെല്ലാം ബന്ധം ഇപ്പോൾ 5:30 തുടർന്ന് കാർത്താല 9 വരെയാക്കും കാർത്താല പൂജാ സമയം. നിത്യം ഗണപതി ഹോമങ്ങളെല്ലാം തുടരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഗ്രാമത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഇരുന്നിരുന്നത്. ഒരു കാലത്തിൽ ഇങ്ങനെ ഇരുന്നിരുന്നത്. ഇനി ഒരു പുതിയ കമ്മിറ്റി വന്ന് പുതിയതായിട്ടുള്ള ഒരു
ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ചൈതന്യവർദ്ധനവക്ക് വേറെ ഒന്നുമല്ല, ചൈതന്യവർദ്ധനക്കും ഭക്തജനങ്ങൾക്ക് കൂടുതലായിട്ടും. അതുപോലെ തിരുവോണത്തിക്ക് ധാരാളം പാൽപ്പായസങ്ങൾ, നിറയെ ചന്ദനക്കാപ്പുകളെല്ലാം നടന്ന ഒരു ബാലകൃഷ്ണ ക്ഷേത്രമാക്കും. തിരുവോണத்துக்கு எப்பொழுதுமே பால்பாயசங்கள் தாராளம் இருக்கும். எல்லா கோயில்களையும் உள்ளது தான், விசேஷமாக நம்ம சொல்கிறதில்ல. அதுபோல் சந்தனக்காப்பு, நித்தியம் சந்தனக்காப்பு இருந்து இந்த பாலகிருஷ்ண சுவாமி கோவிலில் முகத்துக்கு. அதுபோல் திருவோணத்துக்கு வியாழக்கிழமை முழுக்காப்பு இருந்தது சுவாமிக்கு. അതെല്ലാം ഇനി പുനരുദ്ധാരണം இந்த പുതിയ കമ്മിറ്റി ഭാരവാഹികൾ അതെല്ലാം ഒന്നുകൂടി ശ്രദ്ധിച്ച് അത് എല്ലാം തുടർന്ന് വരണം. ഗ്രാമം നമ്മൾ എത്രയോ വർഷങ്ങളോ എത്ര മാസങ്ങളോ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതോ ഒന്നും தெரியாத അവസ്ഥയാകും. നമ്മളോട് ശരീരങ്ങളും കാലാവസ്ഥയും പ്രകൃതിയും എല്ലാം அந்த மாதிரி இருக்கிறதுனால അപ്പോൾ ഇനി ഉള്ള അടുത്ത ഒരു പരമ്പരയ്ക്ക് നമ്മളാൽ ആകപ്പെട്ട ചെയ്യപ്പെട്ട ഒരു കാര്യങ്ങൾ ചേർത്ത് വേണ്ടിയിട്ട് ഒരു വാദ്യാരോട് ഒരു അപേക്ഷയാകും. இந்த பாலகிருஷ்ண க்ஷேத்திரம் பிரதான ஒரு சைதன்ய க்ஷேத்திரமாகும். அந்த க்ஷேத்திரத்தில் நிறைய உற்சவ ஆഘോഷങ്ങൾ பழைய போல் நமக்கு பெரிய சாம்பத்திகம் இல்லாட்ட சில பக்தர்கள் தாராளம் இன்றைக்கி வழிபாடு கழிக்கிறதுக்கு சன்னദ്ധതയാകും. அங்கே சந்தனக்காப்பு கோவிலுள்ள அலங்காரங்கள் அந்த பகவான் பாலகிருஷ்ணன் ரொம்ப நவநீத கிருஷ்ணன். அவரோட கிருபையினால் அநேகம் ஜனங்களுக்கு க்ஷேமம். நமக்கு தெரியாது, வெளியில் பல பக்தர்கள் இங்கே வந்து பிரார்த்தித்து சோறுணவாയിട്ട് உள்ள ஒரு சந்தான பிராப்தியெல்லாம் கிடச்சிருக்கு. அது இனி அதிகம் தொடரணும். அதே போல் മഹാഗണപതിക്ക് നിത്യ ഗണപതി ഹോമങ്ങൾ തുടരണം. മഹാഗണപതിക്കും അതുപോലെ വിശേഷപ്പെട്ട രുദ്രാഭിഷേകങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. സായന്തരം 5:30 തുറപ്പാ, 7-7:30 വരെ കോവിലുകളുണ്ടായിരിക്കും. 2 കോവിലുകളും ഇപ്പോൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. கொஞ்சம் കൂടി ഒരു ഭക്തി ശ്രദ്ധയോടെ തുടരണം എന്നുള്ള ഒരു അപേക്ഷ എല്ലാവർക്കും ഒരു ആഗ്രഹം இருக்குது. എല്ലാ ഗ്രാമജനങ്ങൾക്കും അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. அதுக்கு எல்லாரோடும் சககரணங்களும் பகவானோட முன்னால கிருபை, அவரோட கிருபை தான் எல்லாம் நடக்கிறது. இப்போ நின்று நடக்கிறது அடக்கம் பகவான் கிருபை தான். அதுக்கு எல்லாரோட ஒரு சககரணம் கூடி வேணும்ங்கிறது கேட்குறேன். പാലക്കാട്ടിലേருந்து നെന്മാറയ്ക്ക് വരത്തുക്ക്, നെന്മാറ നെന്മാറ വല്ലെങ്കിൽ വേല ചരിത്ര പ്രസിദ്ധമാകും. ചിരപുരാതനമായിട്ടോ എല്ലായിട്ടും നമ്മൾ അഡ്രസ്സേ കൊടുക്കறதுക്കില്ലേ. തൃശ്ശൂർ പൂരം പോലെ നെന്മാറ വല്ലെങ്കിൽ വേല ரொம்ப പ്രസിദ്ധമാകും. அந்த നെന്മാറ വല്ലെങ്കിൽ നെന്മാറ ഗ്രാമത്തിലേருந்து നെല്ലിയാമ്പതിയൂർ കീഴേ ഇരിക്കപ്പെട്ട നെന്മാറ ഗ്രാമത്തിലേருந்து ജസ്റ്റ് ഒരു കിലോമീറ്റருக்கு താഴെ தான் உள்ள 1/2 கிலோமீட்டர் தான் உள்ள பஸ் ஸ்டாண்ட்லேருந்து இந்த നെന്മാറ புதுகிராமம் அக்ரஹாரத்துக்கு இந்த மகாகணபதி க்ஷேத்திரத்தில் வந்து தரிசனம் பண்ணினாக்கா அந்த പരിപൂർണമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ടതായിട്ടുള്ള അനുഗ്രഹത്തിനാൽ എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും ക്ഷേമ അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ള കൂടിയും ചരിത്ര പ്രസിദ്ധമാണ്. അതാണത്. അത് அந்த வேலை உற்சவம் നിർവചിக்கிறதுக்கோ എല്ലാം ഞാൻ അശക്തനാക്കും. അത്രയും നെന്മാറ വല്ലങ്കി വിത്തനശ്ശേരി അയിലൂർ തിരുവഴിയാട് കൊടകര നാടോട് അധിപതിയാണ് നെല്ലിക്കുളങ്ങര ഭഗവതിയോട് அந்த ഉത്സവத்துக்கு அந்த പ്രധാനമായിട്ടുള്ള വേലയോട് ഏറ്റവും പ്രധാനം ചൊല്ലപ്പെട്ടത് എന്നതാക്കുന്നാക്കാൻ ഏത് വേലപൂര ഉത്സവങ്ങളാണാലും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നതാക്കും அந்த തടമ്പാന. அந்த ആന വന്നാൽ താൻ എങ്ക പോനാലും കാവിൽ പോനാലും ദേശത്തേക്ക് പോനാലും ഉത്സവം. ബാക്കി വെടിക്കെട്ട് പഞ്ചവാദ്യമെല്ലാം കലാപരിപാടികൾ ധാരാളം ഇരുന്നാലും இந்த ദേവിയെ എഴുന്നള്ളിച്ച് വരപ്പെട്ടതായിട്ടുള്ള அந்த പ്രധാനപ്പെട്ട ഒരു ഐരാവത തടമ്പ് ആന இந்த மகாகணபதி க்ஷேத்திரத்தில் இங்கே வந்து மற்ற கிராமங்களிலெல்லாம் சாதாரண நிரப்பற ஆனை மாத்திரம் தான் போகும். அதுக்கு இந்த നെന്മാറ தேசத்திலேருந்து அனவதி காலமாயிட்டு இந்த க்ஷேத்திரத்தில் வந்து அந்த சுவாமியோடு நிரப்பற ஒட்டி பிரார்த்தித்து போகப்பட்ட அந்த தேசத்தில் பக்தஜனங்களும் இதுக்கெல்லாம் പൂർണ്ണ സഹകരണങ്ങൾ പണിയുണ്ടിരിക്കാൻ. ഇതെല്ലാം എന്നേക്കും നിലനിർത്തി വർത്തക്കായിട്ട് എല്ലാവരുടെയും ഒന്നുകൂടി അഭ്യർത്ഥന ചേർ. ഗണേശൻ പൊതുഗ്രാമം ഇതിൽ ഇവർ ചൊല്ലறதுக்கு அப்புறம் ஒன்றும் ചൊല്ലறதுക്കൊന്നും இல்லை. ஆனால் ഒരാളുടെ അതായത് ആചാര്യസ്ഥാനത്തിലിരുന്ന് അവർ ചൊല്ലலை. ചക്രമാണ് ഗണപാടുകൾ. അവരോടെല്ലാം അനുഗ്രഹം കൊണ്ടാക്കും എങ്ങൾക്ക് എന്താ ആവേശവും ശക്തിയും എല്ലാം വന്നിരിക്ക്. ഇവരോടപ്പ அந்த ஒரு பாரம்பரியமாக்கும் கோபாலகிருஷ்ண வாத்தியார் மந்திரம் படிப்பிச்சிருக்கார். இவரோட அப்பா பாட்டா என்ன மந்திரம் படிப்பிச்சிருக்கார் தொடக்கத்தில் ஸ்டார்டிங்கில். இதுக்கப்புறம் பின்ன அவர் சொல்கிறதுக்கு அப்புறம் ஒன்றும் எனக்கு வந்து சொல்கிறதுக்கு இல்லை. ஆச்சாரிய தெய்வோ போவா அவளோட அனுகிரகத்தில் எல்லாம் நல்லபடியாக நடந்துட்டுருக்கு. என்னோட பேர் காசி விஸ்வநாதன். நம்மார புது கிராமத்துலேருந்து இப்போ ஒரு நீர்த்த கமிட்டி இருக்குது. அதில் என்னையாக்கு നിയോഗിക്കപ്പെട്ടിരിക്കുക അപ് ടു വിനായക ചതുർത്ഥി വരെ. ഔദ്യോഗികമായിട്ട് വിനായക ചതുർത്ഥിക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിக்கிறேன். എല്ലാവരോടും സഹായ സഹകരണങ്ങളും വേണം. എല്ലാവർക്കും സ്വാഗതം.